അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഭരണനിർവഹണത്തിൽ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വലിയ സ്ഥാനമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി അമേരിക്കയിലെ നെബ്രാസ്ക ഗവർണർ ജിം പില്ലറ്റ്. ഒരു കത്തോലിക്ക വിശ്വാസിയായ അദ്ദേഹം തന്റെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തുറന്നു പറഞ്ഞു. സങ്കീർണമായ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിന്റെ സഹായം തേടാറുണ്ടെന്നും പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സമാധാനമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭരണശൈലിയാണ് താൻ പിന്തുടരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സമർപ്പണത്തിന്റെ 400ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുരിശിന്റെ വഴിയുടെ 14 പുതിയ ഛായാചിത്രങ്ങൾ സ്ഥാപിച്ചു. സ്വിസ് ചിത്രകാരൻ മാനുവൽ ഡൂർ വരച്ച ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം അനാച്ഛാദനം ചെയ്തത്. 2023 ഡിസംബർ മാസം മുതൽ നടത്തിയ അന്താരാഷ്ട്ര മത്സരത്തിന് ശേഷമാണ് ഈ ചിത്രങ്ങൾ തെരഞ്ഞെടുത്തത്. 80 രാജ്യങ്ങളിൽ നിന്നായി 1000-ലധികം ചിത്രകാരന്മാർ കുരിശിന്റെ വഴിയുടെ ചിത്രങ്ങൾ സമർപ്പിച്ചിരുന്നു. താമരശ്ശേരി രൂപതയുടെ വൈദിക കൂട്ടായ്മ ദൈവജനത്തിന് എന്നും മാതൃകയാണെന്ന് ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ. പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹം വൈദികർ കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രൂപതയുടെ 13ാം പ്രെസ്ബിറ്ററൽ കൗൺസിലിന്റെ പ്രഥമ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രൂപതയുടെ ഐക്യവും കൂട്ടായ്മയും എന്നും കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് റെമീജിയോസ് ഇഞ്ചനാനിയൽ പിതാവ് ഓർമ്മിപ്പിച്ചു. രൂപത അധ്യക്ഷനോട് ചേർന്ന് ഏക മനസ്സോടെ ദൈവജനത്തെ ശുശ്രൂഷിക്കാനും രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കായി അപ്പസ്തോലിക ചൈതന്യത്തോടെ പ്രവർത്തിക്കുവാനും വൈദികരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കൊളംബിയയിലെ ബുക്കാരാമംഗ അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി ലൂയിസ് അഗസ്റ്റോ കാമ്പോസ് ഫ്ലോറസിനെ നിയമിച്ച ലിയോ 14 പാപ്പ. നിലവിൽ സൊക്കോറോ വൈസാൻ ഗിൽ രൂപതയുടെ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. പ്രായപരിധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് നിലവിലെ ആർച്ച് ബിഷപ്പ് ഇസ്മായിൽ സീറ സമർപ്പിച്ച രാജി സ്വീകരിച്ചുകൊണ്ടാണ് പാപ്പ പുതിയ നിയമനം നടത്തിയത്. റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധിയിലായ യുക്രൈനിലെ ജനങ്ങൾക്ക് അടിയന്തര സഹായവുമായി ലിയോ 14 പാപ്പ. യുക്രൈനിൽ അതിശൈത്യം തുടരുന്ന സാഹചര്യത്തിൽ 5000-ലധികം ഇലക്ട്രിക് ഹീറ്ററുകളും അത്യാവശ്യ മരുന്നുകളുമാണ് വത്തിക്കാൻ അയച്ചത്. പാപ്പയുടെ ജീവകാരുണ്യ വിഭാഗത്തിന്റെ ചുമതലയുള്ള കർദിനാൾ കോൺറാഡ് ക്രെജേവസ്കി വഴിയാണ് ഈ സഹായങ്ങൾ അവരിലേക്ക് എത്തിച്ചത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.